ഒരു പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള അലമാര നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷർട്ടിൻ്റെ കൈ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈ എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ടതും കൂടെ ഞാനൊന്ന് സ്കെയിൽ വെച്ച് വരച്ച് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഈ വരയിട്ട് കൊടുത്ത ഭാഗം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാവേ. അപ്പോൾ നമ്മൾ രണ്ട് കൈയും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം. ആ കൈ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലേ ആ ഭാഗവും നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഷർട്ടിൻ്റെ നല്ല വശം ഉള്ളോട്ടാക്കിയിട്ട് വേണ്ടോ നമ്മൾ തയ്ച്ചെടുക്കാനേ. അപ്പോൾ നോക്കിക്കാൻ നമ്മൾ നല്ല പോലെ തുന്നി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് സൂചി നൂലും വെച്ചാണ് തുന്നിയിട്ടുള്ളത്. മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല, സൂചി നൂലും തന്നെ മതി. നോക്കിക്കാൻ നല്ല പോലെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ അടിഭാഗം കൂടി ഒന്ന് തുന്നിയെടുക്കാവേ. അപ്പോൾ തുന്നിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഷർട്ടിൻ്റെ അടിഭാഗം ലെവലാണോ എന്നാണ്. അപ്പോൾ ലെവലല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് ആ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഷർട്ടിൻ്റെ നല്ല വശം ഉള്ളോട്ടാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിനി തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ അടിഭാഗം കൂടെ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ മറിച്ചിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺസ് അയച്ചു കൊടുത്താൽ മതി. ഈ ബട്ടൺസിൻ്റെ ഭാഗം നമ്മൾ തുന്നി കൊടുക്കുന്നില്ല. ഷർട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഹാൻഗറാണ്. ഹാൻഗർ ഇതാ നമുക്ക് ഈ ഷർട്ട് നമ്മൾ എങ്ങനെയാണ് തൂക്കിയിടുന്നത് അതേ രീതിയിൽ ഹാൻഗർ ഈ കോളറിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാവേ. ഇപ്പോൾ നോക്കിക്ക് അടിപൊളി അലമാരയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബട്ടൺസിൻ്റെ ഭാഗം നമ്മൾ തുന്നി കൊടുത്തിട്ടില്ല. അത് നമ്മൾ തുണി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മൾ തുണിയെല്ലാം അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ബട്ടൺസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ അടഞ്ഞു കിടക്കും, പൊടിയൊന്നും പിടിക്കില്ല. ഇനിയിപ്പം അലമാര ഇല്ലയെന്നും പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇതേപോലെ ഒരു ഷർട്ട് മാത്രം മതി. എത്ര തുണി വേണേലും നമുക്കിങ്ങനെ മടക്കി എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റൂമിൽ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ തൂക്കിയിട്ടാൽ മതി. ഇനി അഥവാ അലമാരയിൽ തുണി കൊള്ളുന്നില്ലെങ്കിൽ ഇതേപോലൊരു ഷർട്ട് നമ്മൾ തയ്ച്ചിട്ട് അതിനകത്തേക്ക് തുണികൾ മടക്കി വെച്ചിട്ട് അലമാരയിൽ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അലമാരില്ലാന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കേണ്ട. ഇതേ രീതിയിൽ ഒരു ഷർട്ട് മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.